ഹലോ മോട്ടോ. അപ്പം ഞാൻ എനിക്ക് ഇന്നലെ കിട്ടി കേട്ടോ ആ വോയിസ്. അതായത് ചാംചാറിന്റെ ഉമ്മ ചാംചാറിന്റെ ഉമ്മ അനാവശ്യമായി ഈ രംഗങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പുള്ളിക്കാരത്തിയാണ് ഈ ചാംചാറിന്റെ ഉമ്മ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു സത്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ ഇപ്പോ വെളിപ്പെടുത്തുകയാണ്. വെളിപ്പെടുത്തിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, അത് വേറൊരു വിഷയം. എന്തായാലും ഈ ചാംചാറിന്റെ ഉമ്മ എന്ന് പറയുന്ന പുള്ളിക്കാരത്തി ഒരു നല്ല ഉമ്മയൊന്നും അല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം ഈ പുള്ളിക്കാരൻ ഇത്രയധികം വഷളായി വളർന്നു വന്നതിലും ഇത്രയധികം എന്താണ് സാമൂഹ്യ ദുരന്തം എന്ന് വേണമെങ്കിൽ ആ പുള്ളിക്കാരനെ വിളിക്കാം. അത്രയും സാമൂഹ്യ ദുരന്തമായിട്ടുള്ള ഒരു മകനെ പെറ്റി പോറ്റി വളർത്തിയ വേറും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ജന്മം. ഈ വേറും വേസ്റ്റ് ആയിട്ടുള്ള ജന്മം ഇന്നലെ ഷെഫീന താത്തനെ വിളിച്ചിട്ട് പറഞ്ഞ അട്ടഹാസവും അതിന് ഷെഫീന താത്ത കൊടുത്ത മറുപടി, എന്റെ പറഞ്ഞ ഒന്നും പറയാനില്ല എന്ന് വേണം പറയാൻ. അമ്മത്തിന് മറുപടിയാണ്. പിന്നെ ഞാനത് എന്റെ ചാനലിൽ ഇടാത്തത് ഞാൻ സെൻസർ ചെയ്തിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഹലോ, എന്താണ് തള്ള നിങ്ങളുടെ പ്രശ്നം? നിനക്കെന്താണ്? നീ എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്? ഞാൻ ജുമാഅത്ത് പള്ളി വരും നാ വായിക്കുളത്ത്. നിന്റെ മക്കളെ നിക്കാതെ നടക്കൂല ജീവിതത്തിൽ. അമ്മാവ് വിചാരിച്ച നീ നോക്കിക്കോ, നീ തെണ്ടിയാവും. തെണ്ടി നിന്നെ ചുമ്മാല്ല പടക്കിച്ചാല് പറഞ്ഞത്. അയ്യോ, നിങ്ങൾ സുരേന്ദ്രനെ ബോംബെ നേരെ തന്നെയുള്ള എടി നീ കുറവനെ 6-7 മാപ്പിള ആയില്ലടി നിനക്ക്. നിനക്ക് എത്ര നീ 4-5 പേരെ എനിക്ക് കുറവനെന്നില്ല, വേടനെന്നില്ല, കൊരനെന്നില്ല, എല്ലാവർക്കും പറ്റി വച്ചിരിക്കല്ലടി. 18 പടക്കുശാല. അയ്യോ, പടക്കുശാല സ്വന്തം പേരാണോ തള്ള ഈ വിളിക്കണേ? നിന്റെ പേര് പടക്കുശാല. നിന്റെ തള്ളയുടെ പേര്, നിന്റെ പേര്, നിന്റെ മോന്റെ പേരും അതാണടി. നിന്നെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാ പുലിമടയിൽ പോയി വല്ല മുയലുകളും പുലിമടയിൽ പോയി ആരടാ അത് എന്ന് ചോദിക്കോടെ. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഈ ഒരു തള്ളേര ഒരു കാര്യം. ഇത് എനിക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഈ തള്ളക്ക് എനിക്ക് തോന്നുന്നു ഈ തള്ളക്ക് പിന്നെ ഈ മോൻ ചെലവിന് കൊടുക്കുന്ന ഒരാളല്ല. പക്ഷെ ഈ മോൻ കണ്ടെത്തുന്ന ചില സ്ത്രീകളുണ്ട്. മോന് പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് മോനെ കൊണ്ട് കഴിയൂല. മോൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താക്കന്മാരോട് ജീവിക്കുന്ന സ്ത്രീകളെയും ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച സ്ത്രീകള്, അതുപോലെ തന്നെ മക്കളൊക്കെ ഉള്ള ഏകദേശം മക്കളൊക്കെ ഉള്ള മക്കൾക്ക് വേണ്ടി ഈ സ്ത്രീകൾക്ക് പണിയെടുത്തേ പറ്റൂ. അപ്പൊ അങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്ന ചില പെണ്ണുങ്ങളെ മാത്രം തെരഞ്ഞു പോയി ഇവന്റെ ആഗ്രഹങ്ങൾക്കും ഇവന് കള്ളുപിടിക്കാനും പെണ്ണുപിടിക്കാനും ഒക്കെ പൈസ ആ പെണ്ണുങ്ങളിൽ നിന്ന് വാങ്ങി ജീവിക്കുന്ന ഒരു ചെറ്റ. ഈ ചെറ്റ പിന്നെ പോറ്റുന്ന ഈ ഉമ്മയ്ക്ക് അതിൽ നിന്ന് വിഹിതം കൊടുക്കുമോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞൂടാ. പക്ഷെ നമ്മളൊക്കെ കണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന നജില എന്ന് പറയുന്ന പെണ്ണ് അവിടെ താമസിച്ചിരിക്കുന്ന സമയത്ത് അവര് തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ മകന്റെയും ഉമ്മയുടെയും ഉമ്മാന്റെ കാമുകന്റെയും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, 2 തണ്ടും തടിയും ഉള്ള ആണുങ്ങൾ ഉള്ള വീട്ടില് 3 മക്കൾക്ക് വേണ്ടി ഇരന്ന് ജീവിക്കുന്ന ഒരു സ്ത്രീ ഇവരുടെ മുഴുവൻ ചെലവും ഏറ്റെടുത്തു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ എത്രത്തോളം ട്രാപ്പ് ചെയ്തിട്ടാണ് ഈ സ്ത്രീയെ അവർ യൂസ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ വീട്ടിൽ വെച്ച് ഈ മക്കൾ പലതരം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവര് തന്നെ തെളിഞ്ഞും പതിഞ്ഞും ഒക്കെ ഈ കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നജില തന്നെ നജിലയുടെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ ഒക്കെ ശേഷം ഈ വീട്ടിലെത്തിയതിന് ശേഷവും ഈ കുട്ടികളെ ഇവൻ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളത് പലതവണ തന്നെ ഈ അല്ലുടായിപ്പുമ്മ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ മോളെ ആദ്യമായിട്ടല്ല ഈ പുള്ളിക്കാരൻ ഉപദ്രവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ എന്നോടുള്ള വാശിയുടെ പുറത്തും എന്നോടുള്ള വൈരാഗ്യത്തിന്റെ ഒക്കെ പുറത്ത് നിങ്ങൾ ഇരുന്ന് പിന്നെ ഇതിനെ ഇങ്ങനെ വെളുപ്പിക്കുമ്പോ
വെളുപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ നജിലയ്ക്ക് പോലും നജിലയെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ നാട്ടിൽ പോയി നിങ്ങളൊന്ന് അന്വേഷിക്ക്. നിങ്ങൾ വെറുതെ കമന്റ് ഇട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ഉറപ്പുള്ള കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ പറ്റാതായി പോകരുത്. ദയവ് ചെയ്ത് കുട്ടികളെന്ന് പറയുന്നത് അവർ വളരെ ചെറിയ കുട്ടികളാണ്. അവരെ ഏത് രീതിയിലും ഇവർക്ക് അപകടപ്പെടുത്താം. അത്തരത്തിൽ ആ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു കൊടും ക്രിമിനൽ ആയിട്ടുള്ള നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. അയാൾക്ക് കോടതി പിന്നെ ജയില് ഇതൊക്കെ അയാൾക്ക് പുല്ലാണ് എന്ന് പറയുന്ന എത്ര സ്റ്റേറ്റ്മെന്റുകൾ അയാളുടെ വീഡിയോയിലുണ്ട്, അയാളുടെ ചാനലിലുണ്ട്. ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കറിയാം ഇതിലും കൂടുതൽ ശിക്ഷയൊന്നും ഇനി കിട്ടാനില്ല എന്നുള്ളതാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പുള്ളിക്കാരന്റെ അടുത്തേക്ക് ഈ കുട്ടികളെ വിടണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിന്? ഈ പറയുന്ന നജില എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് ഈ കുട്ടികളെ കാണുന്നതിനോ അവരുമായിട്ട് സഹകരിക്കുന്നതിനോ ഒന്നും ആരും ഒരിടത്തും തടസ്സം പറയാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ആർക്കും തടസ്സം പറയാനായിട്ട് പറ്റൂലടേ. പിന്നെ ഞാൻ ഈ കിളവിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കിളവി ഒരു ബഹുമാനവും അർഹിക്കാത്ത വളരെ നീചയായ ഒരു സ്ത്രീ. ഈ നജില എന്ന് പറയുന്ന പെണ്ണ് ഇവർക്ക് ചാരിറ്റി വീഡിയോ ചെയ്യാൻ ആ വീട്ടിൽ എത്തിപ്പെട്ടതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഈ സ്ത്രീ നജില ഈ സ്ത്രീക്ക് ചാരിറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ എത്തിപ്പെട്ടതാണ്. അതിനു മുമ്പേ ഈ മകനുമായിട്ട് നജിലയ്ക്ക് ബന്ധമുണ്ട്. ഈ മകനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ഒരു ചാരിറ്റി നടത്താം എന്നുള്ള തരത്തിൽ അതായത് അന്നത്തെ നജിലയുടെ വീഡിയോസ് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാം, രണ്ട് കാലും നീട്ടാതെ ഇരിക്കാൻ ശ്രമിച്ച് വീണു പോയ ഒരാളാണ് നജില. അതായത് നജില തന്നെ തെണ്ടിയിട്ടാണ് തിന്നുന്നത്. ഇതിന്റെ ഇടയിൽ ഇവരുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും മാതിരി എല്ലാരെയും കൂടി ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് തെണ്ടി പണ്ടാരടങ്ങിപ്പോയ ഒരാളാണ് ഈ നജില എന്ന് പറയുന്ന ആൾ. ഇവരുടെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ഈ സ്ത്രീ, അതേ കണക്ക് നജിലയുടെ ചാരിറ്റികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നൂറ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിത്തിക്ക് ഇവള് ചാരിറ്റി ചെയ്തിട്ടുണ്ട്. കിടപ്പ് രോഗി എന്നാണ് പറഞ്ഞത്. കിടപ്പ് രോഗി എന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അതായത് മറ്റുള്ളവരെ ഇവര് സഹായിക്കുന്നത് പോലെ ആക്ട് ചെയ്ത് അതിൽ 50-50. അതുപോലെ തന്നെ ഷംന എന്ന് പറയുന്ന ആരോഗ്യം എല്ലാം ഉള്ള ഒരു സ്ത്രീക്ക് 25,000 രൂപ ബാങ്കിൽ ലോൺ വെച്ചിരിക്കുന്ന ഒരു സാധനം എടുക്കാൻ ആ പൈസയുടെ കണക്ക് പോലും പറയാതെ അയ്യോ വീട് ജപ്തി. 25,000 രൂപയ്ക്ക് ഏത് വീടുടെ ജപ്തി ചെയ്ത ചരിത്രം ഉള്ളത്? എന്നിട്ട് ആ വീടിന് ജപ്തി എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപ അതിൽ പിരിഞ്ഞെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്ത്രീക്കും ഈ ഷാനിന്റെ ഉമ്മയ്ക്കും ഇവർ ചാരിറ്റി നടത്തിയിട്ടുണ്ട്. ഈ ചാരിറ്റിയിലൂടെ നല്ല പൈസ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇവർ പറയുന്നത് പിരിഞ്ഞു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് ആ വീട്ടിലേക്ക് എത്തിയ ഇവർ പിന്നീട് വെള്ളിയാഴ്ചകളിൽ ഈ വീട്ടിലേക്ക് എത്താറുണ്ട്. ശനിയാഴ്ച രാത്രി ഒരു കീമോ എന്താണ് ഡയാലിസിസ് പേഷ്യന്റിനെ നോക്കാൻ പോകുന്ന എന്ന വ്യാജേന ഇവർ ആ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അത് അറിയാമായിരിക്കും. അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം ഒരു മൂത്തുപ്പ, അതായത് ഒരു താടി മുടിയൊക്കെ വെച്ച ഒരു കളവൻ ഇവരുടെ വീട്ടിലേക്ക് വന്നു. ഇവരുടെ വാപ്പയോടും ഉമ്മയോടും സംസാരിക്കാൻ വന്ന് ഇറങ്ങണ പുറത്ത്. ഈ ഇറങ്ങണ പുറത്ത് ഇന്നലെയും കേട്ടാ വീട്ടിൽ കേട്ടാ. അതായത് ഈ ഷാനിനെ ഇറങ്ങണ പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഇന്നലെയും അവിടെ കിടന്നിട്ട് അടിയും ബഹളവും ആയിരുന്നു കേട്ടാ. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇവളെ കല്യാണം ആലോചിച്ച് വന്നതെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ആ വീട്ടിൽ തന്നെ പോകേണ്ട ഒരു ഗതികെട്ട അവസ്ഥ പടച്ച തമ്പുരാൻ ഇവൾക്ക് വെച്ചു കൊടുത്ത് ആ വീട്ടിൽ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ആ വീട്ടിൽ ആരുണ്ട്? ഈ തള്ളയും ഈ കിളവനും ഉണ്ട്. അപ്പൊ ഈ കിളവനും തള്ളയും അറിയാതെ ഇവൾ ആ വീട്ടിൽ പോയി ഇവന്റെ ഒപ്പം ജീവിക്കൂലല്ലോ. ഇപ്പൊ എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഹറാൻകുട്ടി എന്ന് ഇവരുടെ ഉമ്മ ഇവളെ നോക്കി പറയുന്നു എന്ന് പറയുന്നു. അത് എപ്പോ എങ്ങനെ ഉണ്ടായി എന്ന് ആ ഉമ്മയ്ക്ക് അറിയാതിരിക്കുവോ? അതേ കണക്ക് തന്നെ ഉമ്മ മോളെ തെറി വിളിച്ചു എന്ന് പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാടെ ആ ഉമ്മാനെ എവള് തെറി വിളിക്കൂല എന്ന്? ഇവള് നല്ല കാഞ്ഞ ബുദ്ധിയുള്ള ആളാണ്. എവള് വോയിസ് മെസ്സേജ് അയക്കും, എന്നിട്ട് അവ ഇങ്ങോട്ട് തെറി വിളിക്കുന്നത് അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഇങ്ങോട്ട് തെറി വിളിക്കുന്നത് മാത്രം ഇവള് ക്യാച്ച് ചെയ്ത് വെച്ചിട്ട് ഇവള് വിളിച്ച തെറിയല്ല എവിടെ പോയി
പോയി പോയി പോയി. അപ്പം അങ്ങനെ ഇവളെ ട്രാപ്പ് ചെയ്യാൻ കൂട്ടുനിന്ന സ്ത്രീയാണ് ആര്? ഈ ചാംചാറിന്റെ ഉമ്മ. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇപ്പൊ ഷെഫീന താത്തേനെ ഇവര് വിളിക്കേണ്ട കാര്യം എന്ത്? എന്തിനാണ് ഷെഫീന താത്തേനെ ഇവരിപ്പോ വിളിച്ചത്? അതായത് മോൻ ഉന്നം വെച്ച ഒരു ലക്ഷ്യം നടക്കാൻ പറ്റിയില്ല, കിട്ടിയില്ല. അതിന് തടസ്സം നിൽക്കുന്നത് ഷെഫീന താത്ത എന്ന് വിചാരിച്ചിട്ട് ഷെഫീന താത്തേനെ വിളിച്ചിട്ട് അർമാദിച്ച ഒരു അർമാദമാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ഇതിന് കൂട്ട് നിൽക്കരുത്. ആ കുട്ടികളെ നമ്മുടെ കൺവെട്ടത്ത് ആ കുട്ടികളെ രക്ഷിക്കാനുള്ള എല്ലാ അവസരവും നമുക്ക് കിട്ടിയിട്ട് നാളെ ഒന്നടങ്കം ആളുകൾ ഇരുന്ന് കരയരുത്. നമ്മളെല്ലാം അറിഞ്ഞിട്ടും നമുക്ക് ആ കുട്ടികളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയെങ്കിലും നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തില്. അതേ കണക്ക് ഈ ഉമ്മ തന്നെ അല്ലേടെ ഈ കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ വീട് വെച്ചിട്ട് 1 വർഷമായി. ഈ 1 വർഷത്തിൽ നിങ്ങൾ പറയ് എന്നോടുള്ള വാശിയുടെ പുറത്തോ അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ പുറത്തോ നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ പറയൂ. ഇവരുടെ ലൈവ് കാണുന്നവരാണ് നിങ്ങൾ. എപ്പോഴാണ് ആ കുട്ടികൾ ആ വീട്ടിലുണ്ടായിരുന്നിട്ടുള്ളത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ കുട്ടി ഫോൺ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവരിപ്പോ പറയുന്ന ഒരു കാര്യം. ഇവളുടെ ലൈവിൽ എത്രയോ തവണ ഇവളുടെ ഉമ്മാന്റെ ഫോണ് ഈ കുട്ടികൾക്ക് ഇവൾ തുറന്നു കൊടുത്ത് മക്കൾ അവിടെ പോയി ഇരുന്ന് കണ്ടോ എന്ന് പറഞ്ഞ് ആ ഫോണ് കൊടുക്കുന്നത് നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അവളുടെ ലൈവുകൾ കുത്തിയിരുന്ന് കാണുന്ന ഒരാളായിരുന്നു. ഇന്നില്ല കേട്ടാ. ഇന്ന് എനിക്ക് കാണാൻ നേരവും ഇല്ല. ഇന്ന് ഞാൻ മെനക്കെട്ടിരുന്ന് കാണുമില്ല. അവളുടെ ലൈവിൽ ഇവളുടെ ഉമ്മാന്റെ ഫോണ് ഓണാക്കി കൊടുത്ത് മക്കള് പോയിരുന്ന് കാണുക എന്ന് പറയുന്ന ഈ സ്ത്രീയെ എത്ര പേർ കണ്ടിട്ടുണ്ട്? എടാ, ഇനി 12 വയസ്സുള്ള ഒരു കുട്ടി ഫോൺ നോക്കിയാലും അതിൽ എന്ത് കാണും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിലെന്ത് കാണും? ആർക്ക് മെസ്സേജ് ഇടുന്നെന്ന്? നമ്മൾ പേടിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യുമോ എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ മക്കൾ ചെയ്യുന്നത്. നമ്മളിപ്പോ ഫോൺ നോക്കണ്ട. ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു പാർട്ടായി മാറിക്കഴിഞ്ഞു. മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളിൽ ഒന്നുപോലെ മനുഷ്യന്റെ നിത്യജീവിതത്തിലെ പാർട്ടാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. ഫോൺ ഉപയോഗിക്കണ്ട, അതുകൊണ്ട് നന്നാവും എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്. ഇതേ സ്ത്രീ തന്നെ വന്നിട്ട് പറയുകയാണ് ഈ 12 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇവർ അവിഹിതം നടത്തിയത് എന്ന്. ഈ 12 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇവര് എറണാകുളത്ത് പോയത്. അതിനേക്കാൾ അപകടം ഉണ്ടോടോ ഒരു ഫോൺ നോക്കുന്നത്, ഒരു ഫോൺ ഉപയോഗിക്കുന്നത്? അപ്പൊ ഇവരിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. 10 വയസ്സുള്ള കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഏതോ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് എന്റെ ഉമ്മ പോയി, എന്നോട് കള്ളം പറയാൻ പഠിപ്പിച്ചു തന്നിട്ട് എന്റെ ഉമ്മ പോയി. നാളെ ഈ കുട്ടിയും അത് തന്നെ ചെയ്യും. അപ്പൊ അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് അയ്യോ കുട്ടി ഫോൺ നോക്കി, കുട്ടിക്ക് ചാനലുണ്ട്, ഇതാണ് നിങ്ങൾ കണ്ടെത്തിയ തെറ്റ്. ആ വീഡിയോയിൽ ആ ചാനലിൽ ആ കുട്ടിയുടെ സന്തോഷം തന്നെ ഇല്ലേടെ കാണിച്ചത്. ആ കുട്ടി ആ പട്ടമൊക്കെ പറത്തുന്ന ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സ് നിറഞ്ഞു പോയ ഒരു സംഭവമാണ്. കാരണം ആ കൊച്ച് ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. നിങ്ങള് എത്രത്തോളം ഒരു കാര്യത്തിനെ നിങ്ങൾ വളച്ചൊടിച്ച് അതിനെ ഒരു നിസ്സാരവൽക്കരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ പുള്ളിക്കാരൻ ഒരു വമ്പൻ ക്രിമിനൽ ആണ് എന്നുള്ളതും മുമ്പ് ഈ സ്ത്രീയെ അത്തരത്തിൽ ഉപദ്രവിച്ചത് ഈ സ്ത്രീ തന്നെ രംഗത്ത് വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇവരെ ഉപദ്രവിക്കുന്നത് പോലെ തന്നെ ഈ കുട്ടിയെയും അവർ ഉപദ്രവിച്ചിട്ടുണ്ട്, അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ 2ാമത്തെ മകനെയും അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. 3ാമത്തെ മകൻ എന്ന് പറയുന്നത് ഇവന്റെ കണ്ണ് ചുമക്കുമ്പോ തന്നെ ഒന്നുകിൽ ഏതെങ്കിലും കട്ടിലിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കും, അല്ലെങ്കിൽ സ്റ്റോർ റൂമിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കും. ഇന്നലെയും അവിടെ ആ കൊച്ചിന്റെ വിളി കേട്ട ആൾക്കാരുണ്ട്. ഇന്നലെയും രാത്രി 8 മണിക്ക് ശേഷം ആ വീട്ടിൽ കൊലപാതകം പോലത്തെ വിളി, ആ കുട്ടിയുടെ വിളി, ഈ 2ാമത്തെ മകന്റെ വിളി ആ വീട്ടിന്റെ അകത്ത് കേട്ടിട്ട് മെമ്പർ പോയിട്ടുണ്ട്. അതുപോലെ അത് കേട്ടിട്ട് ഈ കൊച്ചിന്റെ വിളി കേട്ടിട്ട് പോയ വാപ്പേനെ വേണ്ട നമുക്കിതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് ചെന്ന് വിളിക്കാൻ പോയ ഉമ്മാനെ ഇറങ്ങെന്ന് പറഞ്ഞുകൊണ്ട് രോഷത്തിൽ കിടന്നുകൊണ്ട് ബഹളം വെക്കുന്ന ഒരു സ്ത്രീയെ അവിടെ നാട്ടുകാർ കണ്ടതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം ഇവർക്ക് നന്ദിയുണ്ട് എന്നുള്ളത്. ആ സ്ഥലം എന്ന് പറയുന്നത് ആ ഉമ്മയ്ക്ക് ഇഷ്ടദാനം കൊടുത്ത ഒരു സ്ഥലമാണ്.
ആ സ്ഥലം ആ ഉമ്മ കൊടുക്കാതെ ഇവൾക്ക് ഇവളുടെ പേരിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. ഇന്ന് എല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ ആ ഉമ്മാനെ കുറ്റം പറയുന്ന ഞാൻ കേട്ട്, ഉമ്മ പഠിച്ച കള്ളിയാണ്, ഫ്രോഡാണ് എന്നൊക്കെ പറയുമ്പോഴും ആ ഉമ്മയുടെ ദയാണടോ ഇന്ന് അവള് കയറി കിടക്കുന്ന വീട് പോലും. ആ ഉമ്മ എത്രയോ ആളുകളടുത്ത് ചെന്നിട്ട് എന്റെ മോക്കൊന്ന് വീട് വെക്കാൻ സിമന്റ് തരുവോ, എന്റെ മോക്കൊന്ന് വീട് വെക്കാൻ ഒന്ന് കല്ല് തരുവോ, എന്റെ മോക്കൊന്ന് ടൈൽസ് ഇടാൻ 2 ടൈൽസ് ഇറക്കി തരുവോ എന്ന് ചോദിച്ചും കൊണ്ട് ആ നാട്ടിലുള്ള എത്ര വീടുകളിൽ ആ ഉമ്മ ഭിക്ഷ തെണ്ടി എന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നും അറിയാതെ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കെ. ആ ഉമ്മയുടെ സ്ഥലത്ത് ആ ഉമ്മാനെ കേറരുത് എന്ന് പറഞ്ഞിട്ട് ദിനം പ്രതി ആ ഉമ്മയെ കുറിച്ച് അവർ പറയുന്ന അപമാനം നിങ്ങളൊന്ന് കേട്ടു നോക്ക്, അപമാനിക്കുന്ന രീതി നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അതുപോലെ വെറും 12 വയസ്സ് മാത്രം 11 വയസ്സങ്ങാണ്ടാണ് കേട്ടാ, 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടീനെ ദിനം പ്രതി വന്നിട്ട് ലോകത്ത് ഒരു ഉമ്മമാരും പറയില്ലടേ നിന്നെ ഞാൻ ഇത്ര കഷ്ടപ്പെടുത്തി. അതും ഇത്രയും ചെറിയ കുട്ടിയുടെ അടുത്ത്. ചിലപ്പോൾ നമ്മൾ പറയുമായിരിക്കും ഈ മോനെയോ മോളെയോ നമ്മൾ വളർത്തി, മോനും മോക്കും ഒക്കെ 10-40 വയസ്സായതിനു ശേഷം ഉമ്മാക്ക് ഒരു ഗുളികയ്ക്ക് വേണ്ടിയിട്ട് പൈസ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഇല്ല എന്ന് പറയുന്ന ഒരു മോനെയോ മോളെയോ നോക്കി ഒരു ഉമ്മ ചിലപ്പോൾ പറയുമായിരിക്കും, നിന്നെ ഞാൻ 10 മാസം വയറ്റിലിട്ട് ചുമന്ന് പ്രസവിച്ചതാണടാ, ഞാൻ കല്ലും മണ്ണും ചുമന്ന് നിന്നെ വളർത്തിയതാണടാ, ഞാൻ പിന്നെന്താണ് പലഹാരം ഉണ്ടാക്കാൻ പോയി നിന്നെ വളർത്തിയതാണടാ, ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ മരത്തിന്റെ കൊമ്പത്ത് നിനക്ക് ഊഞ്ഞാല് കെട്ടിയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് തൊട്ടിൽ കെട്ടിയിട്ട് അതിൻ്റെ അകത്തിട്ട് നിന്നെ ആട്ടി ഞാൻ പോറ്റിയതാണടാ, ഞാൻ വളർത്തിയതാണടാ എന്നൊക്കെ അങ്ങനെ പറയുന്ന ഉമ്മമാരുണ്ടാവും. അല്ലാതെ ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കി നിന്നെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് മോളെ വളർത്തിയത് എന്ന് എനിക്കൊരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. കാരണം ഞാൻ എൻ്റെ മക്കളെ എനിക്കിഷ്ടമുള്ളത് കൊണ്ട് മാത്രം ഞാൻ പ്രസവിച്ചതാണ്. അപ്പോൾ അവരെ വളർത്തുക എന്നുള്ളത് എൻ്റെ കടമയാണ്. വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു അത് അവരുടെ ഇഷ്ടം പോലെ. പക്ഷെ അപ്പോഴും എനിക്ക് എൻ്റെ മക്കളെ നോക്കിയിട്ട് നിന്നെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടല്ലേ വളർത്തിയത്, നിന്നെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടല്ലേ വളർത്തിയെന്ന് പറയാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. കാരണം നമ്മൾ എത്ര തന്നെ അവരെ നോക്കിയാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഒരു പാരന്റ് എന്നുള്ള നിലയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടാവാം. ഈ കുട്ടിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി 2 വയസ്സിൽ ഈ കുട്ടി അനാഥയായതാണ്. 2ാമത്തെ വയസ്സിൽ ഈ കുട്ടിയുടെ 2ാമത്തെ വയസ്സിൽ ഇവള് 2ാമത് കല്യാണം കഴിച്ചതാണ്. ഈ 2ാമത് കല്യാണം കഴിച്ചവള് ഭർത്താവിന്റെ വീട്ടിൽ പോകുമ്പോൾ ഭർത്താവ് പറയുകയാണ് ഈ കുട്ടീനെ നീ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞപ്പോ ഉമ്മാനെ ഏൽപ്പിച്ചു പോയ മോളാണ്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഈ കുട്ടി കരയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടീനെ തിരിച്ചു കൊണ്ടുപോയ ഇവള് ആ വീട്ടിലേക്കല്ല, ഇവളുള്ള വീട്ടിലേക്കല്ല കുട്ടീനെ കൊണ്ടുപോയത്, അയാളുടെ സഹോദരിയുടെ വീട്ടിലാണ് കൊണ്ടുവന്നാക്കിയത്. അത് കഴിഞ്ഞ് ഇവള് വന്ന് ഇവളുടെ ഉമ്മാന്റെ കൂടെ നിൽക്കുമ്പോഴൊക്കെ ആരാ ഈ കുട്ടീനെ നോക്കുന്നത്? അതുപോലെ ഇവളുടെ ഈ വീട് വെച്ച 1 വർഷത്തിനിടയിൽ എത്ര തവണ ഇവള് നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മോളെ അതെട് ഇതെട്, ചന്തിഴി കുളിപ്പിച്ചു കൊട്, ഉടുപ്പിട്ട് കൊട്, അല്ലാതെ മോളെ ഇങ്ങ് വാ ഞാൻ നിന്നെ സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ ചേർത്ത് പിടിക്കുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവൂല. പിന്നെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും. വീഡിയോകളിൽ കെട്ടിപ്പിടിക്കുന്നത് ഉമ്മ വീഡിയോകളിലല്ല. മക്കളോടുള്ള സ്നേഹം നമ്മൾ കാണിക്കേണ്ടത് വീഡിയോകളിലല്ല. അങ്ങനെ അത്തരത്തിൽ അവൾ ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നു എങ്കിൽ ഉറപ്പായും ഇന്നൊരു ഓഫീസിൽ ആ കുട്ടി എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോവില്ലായിരുന്നു. ഞാനോ നിങ്ങളോ ആരോ ആയിക്കോട്ടെ, നമ്മുടെ മക്കളാണ് അത്തരത്തിൽ പോകുന്നത് എങ്കിൽ നമ്മൾ സമ്മതിക്കുമോ? അവിടെ അവർക്ക് ആ കുട്ടികൾക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുത്ത് തന്നെ നമ്മൾ നിർത്തില്ലേ? ഇപ്പോഴും ഇതുവരെയും നോക്കിയിരുന്ന ഉമ്മ തന്നെയാണ് ആ കുട്ടീനെ ഇപ്പോഴും നോക്കുന്നത്. അത് എന്തുകൊണ്ട് ഇപ്പോ അവർ വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നു? അതുപോലെ ഇവള് അവിടെ ഇവിടെയൊക്കെ ഈ ഷാനിന്റെ വീട്ടിൽ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്തും ഷാനിനെ കാണാൻ അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ഈ കുട്ടീനെ ആരാണ് നോക്കിയിരുന്നത്? അന്നൊന്നും ഈ കുട്ടി മൊബൈൽ നോക്കാറില്ലായിരുന്നു. അന്നൊക്കെ ഈ കുട്ടീനെ നന്നായിട്ട് അവർ നോക്കി. ഇന്നാണ് ആ കുട്ടീനെ നോക്കാൻ അവരെ കൊണ്ട് പറ്റാത്തത്. നിങ്ങൾ ന്യായമായിട്ട് ചിന്തിക്ക്, ന്യായമായിട്ട് പ്രവർത്തിക്ക്. കാരണം എപ്പോ വേണമെങ്കിലും ആ വീട്ടിൽ എന്തും സംഭവിക്കാം. അത്തരത്തിലാണ് കള്ളു കുടിച്ചിട്ട് ആ പുള്ളിക്കാരൻ ആ വീട്ടിൽ നടത്തുന്ന അട്ടഹാസം എന്ന് പറയുന്നത് ആ ഒരു തരത്തിലാണ്. ഇവർ ചിലപ്പോൾ ആ കൊച്ചു കുട്ടികളെ അന്തും കുന്തും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് കളവ് പറഞ്ഞ് ആ കുട്ടികളെ അത്തരത്തിൽ ചിലപ്പോൾ മാറ്റി പറഞ്ഞേക്കാം. പക്ഷെ അപ്പോഴും നജില ചിന്തിക്കേണ്ടത് മക്കളുടെ സുരക്ഷയേക്കാൾ വലുതല്ല മറ്റൊന്നും.
ഈ പുള്ളിക്കാരനെ കൊണ്ട് ഒരു 5 രൂപ നിനക്ക് സമ്പാദിച്ച് തരാൻ പോലും നിനക്ക് പറ്റുന്നില്ല. ആ പുള്ളിക്കാരൻ അവന്റെ ഇഷ്ടങ്ങൾക്ക് നിന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ സമ്പത്ത് കൊണ്ട് അവൻ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് അവൻ നടക്കുകയാണ്. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു കെൽപ്പില്ലാതെ നിന്നെ സഹായിച്ചിരുന്ന നാട്ടുകാരെ തന്നെ, അല്ലെങ്കിൽ നിന്നെ സഹായിച്ചിരുന്ന ജനങ്ങളെ തന്നെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ നല്ലതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.